ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി ചേന വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ബീഫ് കറിയേക്കാൾ ടേസ്റ്റാണ്. തേങ്ങയൊക്കെ വറുത്തരച്ച് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു കറി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. ഈ കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ചേനയാണ് എടുത്തിരിക്കുന്നത്. ചേന കട്ട് ചെയ്യുമ്പോൾ കൈ ചൊറിയാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്പം വെളിച്ചെണ്ണ കയ്യിലൊന്ന് തൂവിക്കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചട്ടിയിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ കുറേ സമയം നമ്മൾ വേവിച്ചെടുക്കേണ്ടി വരും. പ്രഷർ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും 1 തണ്ട് കറിവേപ്പിലയും കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ചേന മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ നമുക്കിത് അടുപ്പിലോട്ട് മാറ്റാം. ചേന വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് ചിരകിയെടുത്തിരിക്കുന്നത്. ഇനി ഒരു ഫ്രൈ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നാടൻ റെസിപ്പികൾ തയ്യാറാക്കുമ്പോൾ പരമാവധി വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക. വെളിച്ചെണ്ണ കയ്യിലില്ലെങ്കിൽ മാത്രം വേറെ ഓയിലെടുത്താൽ മതി. ഇതിലോട്ട് നമ്മൾ ചിരകിയെടുത്തിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഇത് വറുത്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവും. അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇതിലോട്ട് ഞാനൊരു 4 ചിറ്റുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ചെറിയ ചുവന്നുള്ളി. അതേപോലെ 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നത് വരെ ഇതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനിയും ബ്രൗൺ ആക്കാൻ വെക്കുന്നില്ല. ഞാൻ ഇത്രയാകുമ്പോൾ തന്നെ ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാവുമ്പോൾ എരിവ് കുറവായിരിക്കും. അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊരു 2-3 മിനിറ്റ് കൂടി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും തേങ്ങയും നന്നായിട്ട് റോസ്റ്റായിട്ട് വരും. നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു സൗണ്ട് വരുമല്ലോ. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സൗണ്ട് വരുന്നത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു മൺചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3-4 ചിറ്റുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലോട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല നാടൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന അതിലുള്ള വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാനിവിടെ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം.
ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ തേങ്ങ ഇവിടെ നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളം ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എത്രത്തോളം കറിക്ക് തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്രേവി അല്പം തിക്കായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചേന തീയലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതാകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ ആയാലും ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ കറിയിലോട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ ചേന വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ കറിയുടെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. കറിയൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേനത്തീയൽ ഇവിടെ റെഡിയായി വരും. അപ്പോൾ ഞാനിതൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ചു വെക്കുകയാണ്. കറിയൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലൊരു 1/4 ഭാഗം വരെ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കറിയൊക്കെ തിളച്ച് കിട്ടും. കണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടാണുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ചേനത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. അതുപോലെ ഈ ലിങ്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. താങ്ക് യു.